കേസിൽ നിന്ന് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പരാതിക്കാരൻ എം വി സുരേഷ് പറയുന്നു. ഇഡിക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്തുമെന്നും തട്ടിപ്പിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്നും എം വി സുരേഷ് പറയുന്നു. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, വലിയ രീതിയിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? മനസ്സില എം വി സുരേഷ് ഇതിനു മുൻപും പറഞ്ഞിരുന്നു 300 കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത്. നിക്ഷേപകർക്ക് വലിയ രീതിയിലുള്ള പണനഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. 2 പേരാണ് ഇതിനോടകം തന്നെ കരുവന്നൂരിൽ ആത്മഹത്യ ചെയ്തത്. മറ്റുള്ളവർ ആരും തന്നെയും ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരിക്കാൻ തയ്യാറായില്ല. അത് അവരുടെ അഭിമാനത്തിന്റെ ഒരു ഇതായിട്ടാണ് അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നത്. പക്ഷേ എല്ലാം ഇഡിക്ക് മുന്നിൽ താൻ വെളിപ്പെടുത്തും. ശക്തമായ തെളിവുകളുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഡിക്ക് മുന്നിൽ എല്ലാം വെളിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ സുരേഷ് കുമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ സുരേഷ് കുമാർ ഇഡിക്ക് മുന്നിൽ ശനിയാഴ്ചയാണ് ഹാജരാവാൻ വേണ്ടി പറഞ്ഞത്. ശനിയാഴ്ച ഹാജരാവാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എല്ലാം വെളിപ്പെടുത്തുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു അന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നത്. പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. ഈ പാർട്ടിക്ക് വ്യക്തമായ പങ്ക് ഇക്കാര്യത്തിലുണ്ട്. കാരണം നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പേർക്ക് പങ്കുണ്ട്. അതെല്ലാം തന്നെയും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഈ കരുവന്നൂർ ബാങ്ക് നിക്ഷേപമായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇഡിക്ക് വ്യക്തമായത് പരാതിക്കാരനായ സുരേഷ് എം പി സന്തോഷ് കുമാറിനെ കൂടെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കാരണം അദ്ദേഹം തെളിവുകൾ സഹിതമാണ് ഇഡി ഓഫീസിൽ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തെളിവുകൾ ഉൾപ്പെടെ സന്തോഷ് കുമാർ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് നമുക്ക് വേണം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാഗ് നമുക്ക് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും കരുവന്നൂർ ബാങ്ക് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത്. അജി, അതോടൊപ്പം തന്നെ നിരവധി വിവാദങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ CPM പാർട്ടി കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ 300 കോടിയുടെ തട്ടിപ്പിൽ CPIM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ പാർട്ടിക്കും പങ്കുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ തലവേദനയാകില്ലേ? തീർച്ചയായും ഇത് മുൻപ് നടന്നിരുന്ന ഒരു ആരോപണങ്ങളാണ്. അതുകൊണ്ട് പാർട്ടിക്ക് അധിക തലവേദന വരില്ല. കാരണം തില്ലങ്കേരി സഹോദരന്മാരുടെ പ്രസ്താവനകളുടെ അത്രയും വലിയൊരു തലവേദന ഇക്കാര്യത്തിൽ CPM ഉണ്ടാവില്ല. കാരണം ഇതിനു മുൻപ് ഒരു തലവേദന അവർക്ക് വന്നതുകൊണ്ട് തന്നെ ഈ പുതിയതായ ഒരു തലവേദന അവർക്ക് വരുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അവരെ പ്രതിരോധത്തിലാക്കി നേരത്തെ തന്നെ ഈ ബാങ്ക് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കരുവന്നൂരിലെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഈ വിഷയം വരുമോ എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം 300 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. 300 കോടിയുടെ തട്ടിപ്പ് നടക്കുമ്പോൾ പാർട്ടിക്ക് എത്രമാത്രം പങ്കുണ്ട് എന്ന് അന്നും ഇത് തെളിവുകൾ ഉണ്ടായിരുന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിച്ചിരുന്നു. 2 പേർ ആത്മഹത്യ ചെയ്തിരുന്നു. നിരവധി പേർ ആശുപത്രിയിലായി. നിരവധി പേരുടെ മാനസികമായി കുറെ പേർ തകർന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPM പ്രതിരോധത്തിലായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ആൻസില, വ്യക്തമാണ് അജി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ 300 കോടിയുടെ തട്ടിപ്പ് നടന്നെന്ന് എം വി സുരേഷ് പറയുന്നു. അതോടൊപ്പം തന്നെ പരാതിക്കാരൻ എം വി സുരേഷ് ED ഓഫീസിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട്. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കാണ് കരുവന്നൂർ. ഇവിടെ ഈ തട്ടിപ്പിൽ പാർട്ടിക്കും പങ്കുണ്ടെന്നാണ് എം വി സുരേഷ് വെളിപ്പെടുത്തുന്നത്. അജി കുഞ്ഞുമോനാണ് വിശദാംശങ്ങൾ നൽകിയത്.